വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ആദ്യം കണ്ണൂർ വളപട്ടണത്ത് 4 മാസമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് 12കാരി. കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരന്റെ മകളാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. ഇന്നലെ രാത്രിയാണ് 4 മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം വീട്ടുവളപ്പിലെ കിണറ്റിൽ കണ്ടെത്തിയത്. കെ വി ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, ഞെട്ടിക്കുന്ന വിവരങ്ങളാണല്ലോ പുറത്തുവരുന്നത്. എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസ് പറയുന്നത്? അശ്വതി, തീർച്ചയായും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ 4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയത് 12 വയസ്സുള്ള പെൺകുട്ടി എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും അല്പസമയം മുമ്പാണ് നമ്മൾ ഈ വാർത്ത സ്പോട്ട് ലൈവിലൂടെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോഴും പോലീസ് ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ടായിരുന്നു. മാതാപിതാക്കളെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ആ നാട്ടുകാരൊക്കെ ആ രീതിയിലാണ് കരുതിയിരുന്നെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറി. ഈ ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ 12 വയസ്സുകാരി ഈ 4 മാസം മാത്രം പ്രായം ഈ കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞത്. ഇതിൽ പ്രധാനമായും പോലീസ് പറയുന്നത് ഈ വർഷങ്ങളായി മുത്തുവിന്റെ സഹോദരന്റെ മകളായ ഈ പെൺകുട്ടി ഇവരുടെ വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. അടുത്ത ഈ 4 മാസമായി ഈ പുതിയ ഒരു കുട്ടി വന്നപ്പോൾ തന്നോടുള്ള സ്നേഹം കുറയും എന്ന് ഭയന്നാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്നതെന്നാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടിയെ കാണാതായി എന്ന ഒരു വിവരം ഈ വീട്ടുകാരെയും ഒപ്പം നാട്ടുകാരെയും ഒക്കെ അറിയിക്കുന്നത് ഈ 12 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടിയിലേക്ക് ഒരു സംശയവും ആ നാട്ടുകാർക്കോ അതുപോലെ തന്നെ പോലീസിനോ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ മാതാപിതാക്കളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ കൊലപാതകം നടത്തിയത് ഇവരല്ല എന്ന് പോലീസിന് ബോധ്യപ്പെടുകയും പിന്നീടുള്ളത് 10 വയസ്സും 12 വയസ്സുമുള്ള ഈ മുത്തുവിന്റെ സഹോദരന്റെ മക്കളാണ്. അതും ഈ പെൺകുട്ടി ഏറ്റവും ഒടുവിലാണ് പോലീസ് കൃത്യമായി ചോദ്യം ചെയ്യുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ പോലീസിന് സംശയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഈ കുട്ടിയാണ് ഈ 4 മാസം പ്രായമുള്ള മാതാപിതാക്കളൊപ്പം കിടന്നിരുന്ന ഈ യാസികയെ കാണുന്നില്ല എന്ന വിവരം പറയുന്നത്. പിന്നീട് ഈ കുട്ടിയെ പുറത്ത് തിരയുന്നതൊക്കെ ഈ കുട്ടിയും ഈ 12 വയസ്സുള്ള പെൺകുട്ടിയും കൂടിയാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞെട്ടിക്കുന്ന ആ വിവരം പുറത്തു വരുന്നു. ഈ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നു. തന്നോടുള്ള ഇവരുടെ ഈ കുടുംബത്തിനുള്ള സ്നേഹം കുറയും. പുതിയൊരു പെൺകുഞ്ഞ് ഇവർക്ക് സ്വന്തമായ ഒരു കുട്ടി പറഞ്ഞപ്പോൾ കുറയും എന്ന ഒരു ആശങ്ക, ഭയം, അതിൽ നിന്നുണ്ടായ ഒരു കൊലപാതകമാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും വലിയ ഞെട്ടൽ തന്നെയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത്രത്തോളം രാവിലെ മുതൽ മുൾമുനിൽ നിന്നാണ് പോലീസ് ഉൾപ്പെടെ ഈ അടച്ചിട്ട വീടിനകത്ത് മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങിയ 12ഉം 10ഉം വയസ്സും പ്രായമുള്ള 2 കുട്ടികളും മാതാപിതാക്കൾക്കൊപ്പം കിടന്നിരുന്ന ഈ കുട്ടി എങ്ങനെയാണ് കിണറ്റിലേക്ക് എത്തിയത്? കാരണം നമുക്കറിയാം, 4 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് പരസഹായമില്ലാതെ കിണറ്റിനരികിലേക്ക് എത്താനോ അല്ലെങ്കിൽ അത്തരത്തിൽ പുറത്തേക്ക് എത്താനോ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത്? അത് പിന്നീട് രക്ഷിതാക്കളെ കേന്ദ്രീകരിച്ചായിരുന്നു, മാതാപിതാക്കളെ കേന്ദ്രീകരിച്ചായിരുന്നു ആ ചോദ്യം ചെയ്യലൊക്കെ. പക്ഷേ പോലീസിന് ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇവരിലേക്ക് എത്താൻ സാധിക്കാതെ വന്നതോടുകൂടിയാണ് ഏറ്റവും ഒടുവിൽ ഈ 12 വയസ്സുകാരിയെ കൃത്യമായി ചോദ്യം ചെയ്യുകയും ഏതായാലും പെൺകുട്ടി ഇപ്പോൾ ആ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. തനിക്ക് ഇവർക്ക് ഈ കുടുംബത്തിന് തന്നോടുള്ള സ്നേഹം കുറയും, ആ സ്ഥാനം പുതുതായി വരുന്ന ഈ കുട്ടിക്ക് ബൈജു, ഈ 12 വയസ്സുകാരി എന്ന് പറയുമ്പോൾ 5-ലോ 6-ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. 5-ലോ 6-ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അതിനെയും നമുക്ക് കുഞ്ഞെന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. ആ കുട്ടി ഈ ചെറിയ ഇത്രയും 4 മാസം പ്രായമായ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നതൊന്നും വീട്ടുകാർ കണ്ടില്ല എന്നാണ് അല്ലേ? തീർച്ചയായും ഇത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഒരു സമയമായിരുന്നു. 10:30-11 മണിക്ക് തന്നെ ഇവർ കിടന്നുറങ്ങുന്ന സമയത്തായിരുന്നു ഈ സംഭവം നടക്കുന്നത്. മാത്രമല്ല ഈ മാതാപിതാക്കൾ ഈ കുട്ടിയെ കാണാതായ വിവരം പോലും ഈ 12 വയസ്സുകാരി വിളിച്ചുണർത്തിയാണ് പറയുന്നത്. കുട്ടിയെ കാണുന്നില്ല എന്ന, യാസികയെ ഇവിടെ കാണുന്നില്ലല്ലോ എന്ന കാര്യം ഈ മാതാപിതാക്കളെ പോലും